നല്ല മനസ്സുള്ള പ്രവാസികളുടെ കഥയാ ഞാൻ പറയുന്നത്. കുടുംബത്തോട് ബഹുമാനവും സ്നേഹവും ഭയഭക്തിയും ആദരവും പുലർത്തുന്ന, ആത്മാർത്ഥതയും പുലർത്തുന്ന നല്ലൊരു പ്രവാസിയെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ പ്രവാസ ജീവിതം കുടിക്കാനും പിടിക്കാനും ദൂർത്തടിക്കാനും വേണ്ടി മണൽക്കാടുകളിൽ പോയി കിടന്ന പ്രദർശന പ്രവാസിയായവന്റെ കാര്യമല്ല. കുടുംബത്തിനും നാടിനും അതാ മഹല്ല് പള്ളികളുടെ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഈ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന യതീം ഖാനകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അറബി കോളേജുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. സാക്ഷാൽ നമ്മുടെ ജീവന്റെ ജീവനായ ഖമറുൽ ഉലമാ കാന്തപുരം എ.പി. അബൂബക്കർ ഉസ്താദ് പടുത്തുയർത്തിയ ജാമിഅ മർകസുസ് സുന്നിയയുടെ കെട്ടിടങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഖലീൽ തങ്ങൾ പാപ്പാന്റെ മഅ്ദിനുസ് സഖാഫത്തുൽ ഇസ്ലാമിയയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. എം.എ. ഉസ്താദിന്റെ ജാമിഅ സഅദിയയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. കൊല്ലം സഖാഫി ഉസ്താദിന്റെ ഖാദിസിയയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ആരുടെ വിയർപ്പിന്റെ തുള്ളിയാ? പ്രവാസികളുടെ വിയർപ്പിന്റെ അംശങ്ങളാണ് ഞങ്ങളെന്ന് ആ കെട്ടിട സമുച്ചയങ്ങളിൽ ഭൂരിപക്ഷവും നമ്മളോട് വിളിച്ചു പറയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആർക്കാ നാട് വിടാൻ ഭൂതിയുള്ളത്? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ സ്വന്തം നാടും വീടും കുട്ടികളെയും വിട്ടിട്ട് പോകാൻ? ആർക്കും ഇഷ്ടമുള്ളത്? ആർക്കും ഇഷ്ടമില്ല. കണ്ടില്ലയോ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയോട് വിട പറയുകയാണ്. ആ സമയത്ത് തിരിഞ്ഞു നോക്കുകയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തിരിഞ്ഞിങ്ങനെ നോക്കുകയാ. എന്നിട്ട് യാത്ര ചെയ്യുകയാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയെ എന്തുവാ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്? എന്തുവാ? നേരത്ത് പറയുകയാണ്, മോനെ സിദ്ദീഖേ, മക്ക കരയുകയാണ്, മക്ക കരയുകയാണ്. മക്ക പറയുന്നു, പോകല്ലേ നബിയേ, പോകല്ലേ നബിയേ, പോകല്ലേ നബിയേ, പോകല്ലേ നബിയേ, മക്കയെ വിട്ടേച്ച് പോകാതെ നബിയേ, മക്കയെ വിട്ടേച്ച് പോകാതെ നബിയേ. അവിടുന്ന് കളിച്ചു വളർന്നത് എന്റെ മടിത്തട്ടിൽ, അവിടുന്ന് പിച്ച വെച്ച് നടന്നത് എന്റെ ഹൃദയത്തിൽ, അവിടുന്ന് ജനിച്ചു വീണത് എന്റെ മാർവിടത്തിൽ. എന്നെ പിരിഞ്ഞിട്ട് എവിടേക്ക് പോകുന്നു നബിയേ? എവിടേക്ക് പോകുന്നു ഹബീബേ? മക്ക മക്ക ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നിന്നോടൊത്ത് താമസിക്കാൻ. നബി മുസ്തഫ ഹിജ്റാദിനം കരഞ്ഞില്ലേ? അത് സ്വന്തം നാടോടുള്ള ഹുബ്ബിലുമല്ലേ? നബി മുസ്തഫ ഹിജ്റാദിനം കരഞ്ഞില്ലേ? അത് സ്വന്തം നാടോടുള്ള ഹുബ്ബിലുമല്ലേ? ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്നും കൊണ്ട് നബി തന്ന പ്രാർത്ഥന ചെയ്തതായി അറിവുണ്ട്. ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്നും കൊണ്ട് നബി എന്ന പ്രാർത്ഥന ചെയ്തതായി അറിവുണ്ട്. ഹേ മക്കമേ, ഹേ മക്കമേ, നിന്റെ അഖിലുകാരിൻ എന്നെ, ഹേ മക്ക നിന്റെ അഖിലുകാരിൻ എന്നെ പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എന്നാൽ പിന്നെ, ഹേ മക്കമേ നിന്റെ അഖിലുകാരിൻ നിന്ന് പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എന്നാൽ പിന്നെ, എനിക്കിഷ്ടമില്ലേ വിട്ടുപിരിയാൻ നിന്നെ, എനിക്കിഷ്ടമില്ലേ വിട്ടുപിരിയാൻ നിന്നെ. തിരുമുസ്തഫ പറഞ്ഞില്ലയോ
പിരിഞ്ഞെന്ന് തിരുമുസ്തഫ പറഞ്ഞില്ലയോ തിരിഞ്ഞെന്ന്. മക്ക കരയാതെ വ്യസനിക്കാതെ സങ്കടപ്പെടാതെ പ്രയാസമനുഭവിക്കാതെ ഇന്നല്ലദീ ഫറദ അലൈകൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് ഇന്നല്ലദീ ഫറദ അലൈകൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. നബിയേ, ഖുർആൻ അങ്ങേക്ക് അവതരിപ്പിച്ചു തന്ന പടച്ചവനുണ്ടല്ലോ, ഖുർആൻ അങ്ങേക്ക് നിശ്ചയിച്ചു തന്ന പടച്ചവനുണ്ടല്ലോ, മക്കായിലേക്ക് തന്നെ അവിടുത്തെ മടക്കിക്കൊണ്ടുവരും നബിയേ എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ. ഞാൻ മടങ്ങി വരും മക്ക, വേദനിക്കാതെ വിഷമിക്കാതെ. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മനാടായ മക്കയെ പിരിയാൻ ഇഷ്ടമില്ലായിരുന്നു. ജന്മനാടായ മക്കയോട് യാത്ര പറയാൻ വിഷമമായിരുന്നു, കഥനമായിരുന്നു, സങ്കടമായിരുന്നു, പ്രയാസമായിരുന്നു. എന്നാൽ പ്രവാസിയായ സഹോദരൻ തന്റെ വീട് വിട്ടിട്ട് അതാ തന്റെ റൂമിലേക്ക് പോയാൽ അവിടെ പോയിറങ്ങുമ്പോ അവന്റെ മനസ്സിനൊരു സന്തോഷവുമില്ല, അവന്റെ മനസ്സിലൊരു ഹാപ്പിയുമില്ല, മ്ലാനമായ മുഖമാണ് കാണാൻ കഴിയുക. പ്രവാസികൾക്കറിയാം, നാട്ടിൽ നിന്നൊരുത്തൻ ഗൾഫിലേക്ക് തിരിച്ച് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ അവന്റെ മുഖത്തൊരു ശ്മശാന മൂകതയാണ്, ഒരു വിഷമമാണ്. കാരണം അവൻ ചിന്തിക്കുകയാണ്, പടച്ചവനെ ഇനി 2 വർഷം കാത്തിരുന്നെങ്കിൽ മാത്രമേ ഒരു 40 ദിവസത്തെ അവധി കിട്ടുകയുള്ളൂ. എന്റെ പൊന്നുമോളുടെ ആ ചുണ്ടുകളിൽ നിന്ന് എന്റെ കവിൾ തടങ്ങളിൽ ഒരു മുത്തം കിട്ടണമെങ്കിൽ എന്റെ ഉപ്പ എന്ന് വിളിച്ച് എന്നെ കാണുമ്പോൾ ഓടി വന്ന് എന്റെ നെഞ്ചത്ത് കയറുന്ന എന്റെ പൊന്നുമോന്റെ ആ ചെറിയ ശരീരമൊന്ന് മാറോടണച്ചു കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണമെങ്കിൽ എനിക്ക് ജന്മം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചുളുങ്ങിയ കവിൾത്തടങ്ങളിൽ കണ്ണീർ പുരണ്ട എന്റെ കവിൾത്തടങ്ങൾ ചേർത്ത് വെച്ച് ഉമ്മ കൊടുക്കണമെങ്കിൽ ഇനി 40 ദിവസം കാലം ഒരവധി കിട്ടണമെങ്കിൽ ദീർഘമായ 2-3 വർഷക്കാലം എനിക്ക് കാത്തിരിക്കേണ്ടി വരികയാണ്. ഈ വിഷമം ഒരു പ്രവാസിയെ ബാധിക്കുന്നത് ചെറുതായിട്ടല്ല. ബാത്റൂമിനകത്ത് കയറി നിന്നിട്ട് അവൻ ഇറങ്ങുന്നില്ല. 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി. ഇവിടെ ഒരു പ്രവാസിയുടെ വീടെടുത്ത് നോക്കി, എത്ര ബാത്റൂമാ, റൂമിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് എത്ര ബാത്റൂം സംവിധാനമാ. എന്നാൽ ഇവന്റെ ഗൾഫിലെ വീട്ടിൽ എത്ര ബാത്റൂമാ. ഒരു ബെഡിന്റെ സ്പേസ് ഉണ്ടാകും കിടക്കാൻ, ഒരു ബാത്റൂം ഉണ്ടാകും യൂസ് ആക്കാൻ. ക്യൂ നിൽക്കുകയാണ്. ആദ്യം ഒരുത്തൻ കയറുന്നു, അവൻ ഇറങ്ങിയിട്ട് അടുത്തൊരുത്തൻ കയറുന്നു. എന്നാൽ മറ്റോന്മാര് കാത്തു നിൽക്കുകയാണ്. ഇവൻ കയറിയിട്ട് 10 മിനിറ്റായി, 12 മിനിറ്റായി, കതക് തുറക്കുന്നില്ല. വാതിലിൽ അടിച്ചടിച്ച് കൂട്ടുകാരെ നിർബന്ധിച്ചപ്പോ കതക് തുറന്ന് വന്ന അവന്റെ കണ്ണുകൾ കരഞ്ഞ് അതാ കടന്നലുകുത്തിയതുപോലെ അവന്റെ കവിൾത്തടങ്ങളും കണ്ണുകളും വീർത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ കരയുന്നതാരും കാണണ്ട എന്ന് ചിന്തിച്ച് ബാത്റൂമിനകത്ത് കുറ്റിയിട്ടിട്ട് പൊട്ടി തന്റെ പൊന്നുമോന്റെ വേർപാടിൽ വ്യസനിക്കുന്ന പ്രവാസി, തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വേർപെട്ടതിൽ വ്യസനിക്കുന്ന പ്രവാസി, തന്റെ പ്രിയപ്പെട്ട ഉപ്പായ വേർപിരിഞ്ഞതിൽ ദുഃഖിക്കുന്ന പ്രവാസി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വേർപിരിഞ്ഞ് 2 വർഷം കാത്തിരിക്കണമല്ലോ എന്ന് ചിന്തിച്ച പ്രവാസി, ഇന്നലെ ഞാൻ കടന്നത്, ഇന്നലെ ഈ സമയത്ത് ഞാൻ എന്റെ കുഞ്ഞുമോനെ മടിയിലിരുത്തിയിട്ട് എന്റെ കൈ കൊണ്ട് ചോറുവാരി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കടലലകൾ കടന്ന് 1000
അകലപ്പുറത്ത് മരുപ്പറമ്പിൽ മരുഭൂമിയിൽ ചൂട് പെയ്യുന്ന ഊഷ്മളമായ സൂര്യതാപം പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് ഭാര്യയില്ലാതെ മക്കളില്ലാതെ ഉമ്മയില്ല ബാപ്പയില്ല ഭാര്യ മക്കൾ കൂടെയില്ല ഉമ്മയില്ല ബാപ്പയില്ല ഭാര്യ മക്കൾ കൂടെയില്ല നാടും വീടും വിട്ടിറങ്ങിയ പ്രവാസി മക്കൾ നാടും വീടും വിട്ടിറങ്ങിയ പ്രവാസി മക്കൾ ഉമ്മാനെ കാണണമെന്ന് മോഹമുണ്ട് കാണാൻ പറ്റൂല മകനെ താലോലിക്കണമെന്ന് ആഗ്രഹമുണ്ട് പറ്റൂല പൊന്നുമോളെ മാറോട് ചേർത്ത് പിടിച്ചുമ്മ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കഴിയൂല തന്റെ കരയുന്ന തന്നെ ഓർത്ത് വസനിക്കുന്ന ഏകാന്തമായി അടച്ചിട്ട മണവറയിൽ അതാ ഒറ്റക്കിരുന്ന് കണ്ണീർ വാർക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ തലയിൽ കൈവച്ച് കരയാതെ മോളെ സങ്കടപ്പെടാതെ മോളെ എന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ചവളെ ആശ്വസിപ്പിക്കണമെന്ന് മനസ്സിന്റെ അകത്തളത്തിൽ ഉത്കടമായ ആഗ്രഹമുണ്ട് പക്ഷേ കഴിയൂല കഴിയൂല ആയിരം കാലങ്ങൾ ഇപ്പുറത്താണ് ഞാനുള്ളത് എങ്ങനെ കഴിയാനാണ് പിന്നെ വല്ലപ്പോഴുമൊക്കെ ഒരു കത്തയക്കാം അത് പഴയ കാലം ഇപ്പോഴാണെങ്കിലോ ഫോൺ വിളിക്കാം അത് പുതിയ കാലം പഴയ കാലഘട്ടങ്ങളിൽ എങ്ങനെയാ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല ഇന്റർനെറ്റ് സംവിധാനമില്ല ഇന്ന് കണ്ട് ലൈവായി സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ പുരോഗമിച്ച ലോകമാണ് എന്നാൽ പഴയ കാലഘട്ടങ്ങളിൽ പ്രവാസി അങ്ങ് പോയാൽ ഞങ്ങളുടെ നാടിനടുത്തൊരു സഹോദരിയുടെ ഭർത്താവ് സഹോദരങ്ങളെ മൂന്നാമത്തെ കുട്ടി പ്രസവിച്ചപ്പോൾ 3 ദിവസം കഴിഞ്ഞങ്ങ് പോയതാണ് പിന്നെ എപ്പോഴാണ് തിരിച്ചു വന്നതെന്നറിയാവോ ആ 3-ാം വയസ്സിൽ പിരിഞ്ഞുപോയ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് എത്ര കാലമായി ഭാര്യ സഹിച്ചു എത്ര കാലമായി ഈ പ്രവാസിയുടെ ഭാര്യയായ പെങ്ങൾ കരഞ്ഞു ആ സങ്കടങ്ങൾ എവിടെയാണ് പറഞ്ഞു തീർക്കുക ആർക്കാണ് മനസ്സിലാകുക ആർക്കും മനസ്സിലാകൂലല്ലോ 10 വർഷമായി ഞാൻ കോഴിക്കോട് എവിടെയോ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരു ഉമ്മാന്റെ കത്തെനിക്ക് കിട്ടി ആ ഉമ്മ എഴുതിയിരിക്കുന്നു ഉസ്താദേ എന്റെ മകൻ പോയിട്ട് എത്രയോ വർഷങ്ങളായി 12 വർഷമായി ആ മകനൊന്ന് തിരികെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ മകനെ ഒന്ന് കാണാൻ അവൻ എനിക്ക് ഫോൺ വിളിക്കാറില്ല ബന്ധുക്കളൊക്കെ അവനെ കണ്ടിട്ടുണ്ട് വളരെ നിർബന്ധിച്ച് നാട്ടിൽ വരണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് അവൻ ഇതുവരെ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല അവനൊന്ന് വന്നു കിട്ടാൻ നിങ്ങളൊന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞ ഉമ്മയുണ്ട് അതേ ചാലിയത്തിനടുത്ത് കരുവന്തുരുത്തിക്കടുത്തൊരു ഉമ്മ അല്ലാഹുവേ ആ ഉമ്മാന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നീ തിരിച്ചെത്രയും പെട്ടെന്ന് അവന്റെ ഖൽബിലാ വിചാരമിട്ട് കൊടുത്തു നീ എത്തിക്കണേ അല്ലാ അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട് അത് ചെയ്യാൻ പാടില്ല കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെ ഫോൺ വിളിക്കാനുള്ള സംവിധാനമില്ല അതുകൊണ്ട് പ്രവാസി അങ്ങ് യാത്രയാകുമ്പോഴത്തേക്കും ഭാര്യ പേപ്പർ എടുക്കും പേന കയ്യിലെടുക്കും എന്നിട്ട് അവൾ എഴുതുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾ എവിടെയാണ് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ ഏറെ പിരീശത്താൽ മനസ്സിൻ്റെ ഉള്ളിന്ന് എഴുതുന്നു സുഖമാണോ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ ഏറെ പിരീശത്താൽ മനസ്സിൻ്റെ ഉള്ളിന്ന്
എഴുതുന്നു സുഖമാണോ? കാലങ്ങളേറെയായി കണ്ണീര് തോരാതെ കാത്തു കഴിയുന്നു ഞാൻ. മനസ്സുള്ളിൽ വേർപാടിൻ വേദന തീയായി പെയ്യുമ്പോൾ കരഞ്ഞിട്ടെഴുതിയിടുന്നു. കാലങ്ങളേറെയായി കാത്തു കഴിയുന്നു കണ്ണീര് തോരാതെ ഞാൻ. മനസ്സുള്ളിൽ വേർപാടിൻ വേദന തീയായി പെയ്യുമ്പോൾ കരഞ്ഞിട്ടെഴുതിയിടുന്നു. ഇങ്ങനെ എത്രയോ പ്രവാസിമാരുടെ ഭാര്യകൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരാൻ കഴിയാതെ ഏതോ അറബിക്കടലിന്റെ അക്കരെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞുകൂടിയപ്പോൾ ആ പ്രിയപ്പെട്ട പ്രിയതമൻ തന്റെ ചാരത്ത് വന്നു നനഞ്ഞെങ്കിൽ എന്നാത്മാർത്ഥമായി ആഗ്രഹിച്ച് പഴയകാലത്ത് എത്ര പ്രവാസികളുടെ ഭാര്യമാരാ കണ്ണീരിൽ കുതിർന്ന കത്തുകളയച്ചത്. എന്ന് പ്രവാസിയുടെ പ്രത്യേകത എന്താ? അവൻ നെറ്റ് വഴി ഫോൺ വിളിക്കുകയാണ് ഭാര്യയെ. അരമണിക്കൂറല്ല, 1 മണിക്കൂറല്ല, പാതിരാത്രികളിൽ 1, 2, 3 മണിക്കൂറുകൾ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ സ്വകാര്യ സംഭാഷണങ്ങൾ കടന്നു വരികയാണ്. സ്വകാര്യ സംഭാഷണങ്ങളിലേക്കൊരു ഭാര്യയും ഭർത്താവും പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും ശരീരങ്ങൾ അതിർവരമ്പുകളില്ലാതെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്. വൈകാരികതയുടെ കുതിച്ചുചാട്ടം അതാ ഒരു വെള്ളച്ചാട്ടം പോലെ മസ്തിഷ്കങ്ങൾ പ്രവഹിപ്പിക്കുകയാണ്. അത് ശരീരത്തിൽ ചോരയിലൂടെ, ഞരമ്പുകളിലൂടെ, നാഡികളിലൂടെ ശരീരത്തെ വൈകാരികമായ ബന്ധങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഈ ഭർത്താവ് അതാ 3 മണിക്കൂർ ഫോൺ ചെയ്തിട്ടങ്ങ് കട്ടാക്കിയിട്ട് പോകുകയാണ്. ഈ പ്രിയപ്പെട്ട ഭാര്യയുടെ മാനസികാവസ്ഥയോ തന്റെ അടുത്തുള്ളൊരു പുരുഷനെ പ്രാപിക്കുന്നതിലേക്ക് അവളുടെ മാനസികാവസ്ഥ എത്തുകയാണ്. പത്രം കൊണ്ടുവരുന്നവനൊന്ന് ചിരിച്ചപ്പോൾ അവന് തിരിച്ചു ചിരിച്ചോ. മീൻ കൊണ്ടുവന്നവനൊന്ന് കണ്ണടിച്ച് കാണിച്ചപ്പോൾ അവളും കണ്ണടിച്ച് കാണിച്ചോ. അതാ പാൽ കറക്കാൻ വന്ന അണ്ണാച്ചി പയ്യൻ ഒന്ന് വിഷ് ചെയ്തപ്പോൾ അവളും തിരിച്ചൊന്ന് വിഷ് ചെയ്തോ. എന്റെ ഹൃദയമുള്ള പ്രവാസിയായ സഹോദരാ, ഒരുപാട് പ്രവാസികൾക്ക് നാട്ടിൽ വരാൻ പ്രയാസമാണ്. അവർ തോന്നുമ്പോൾ വന്നു പോകാൻ അവർക്ക് പറ്റൂല. നേരത്തെ ഞാൻ പറഞ്ഞ 15 ലക്ഷം പ്രവാസികളുള്ള ആ നാടുണ്ടല്ലോ, ഗൾഫ് നാടുകൾ, അതിൽ 2 ലക്ഷം പ്രവാസികൾ മാത്രമാണ് ഫാമിലി അടക്കം അവിടെ താമസിക്കുന്നത്. ബാക്കിയുള്ള പ്രവാസികൾ മുഴുവനും ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. കുടുംബമില്ല, മക്കളില്ല, വാപ്പയില്ല, ഉമ്മയില്ല. ഈ പ്രിയപ്പെട്ട സഹോദരൻ അവിടെ നിന്ന് വരാൻ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ വരാൻ പറ്റുന്നില്ല. എന്നാൽ ഞാനൊരു ദുരന്തം നിങ്ങളോട് പറയട്ടെ, ഹൃദയമുള്ള മനുഷ്യരെ കേൾക്കാനാണ്. അയലത്തുകാരന്റെ കല്യാണമാണ്. അടിച്ചു പൊളിക്കണം, പൊട്ടാസ് പൊട്ടിക്കണം, പടക്കം പൊട്ടിക്കണം, അറുപ്പ് വിളിച്ച്, കൂക്കി വിളിച്ച്, ഹർഷാരവം മുടക്കി കല്യാണ വീട്ടിൽ അലങ്കോലങ്ങൾ ഉണ്ടാക്കി തകർത്ത് അടിച്ച് പൊളിച്ച് പൊടി പൊടി പാറിക്കണമെന്ന് വിചാരിച്ചിട്ട് അവധിയെടുത്ത് സുഹൃത്തിന്റെ കല്യാണം കാണാനും അടിഞ്ഞാട്ടം നടത്താനും ധൂർത്തും ആഭാസവും ആർഭാടവും കാണിക്കാനും ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരുന്ന പ്രവാസിയുണ്ടോ? അവന്റെ ഭാര്യ അഭിലഷിച്ച സമയത്ത് അവൻ എത്താൻ കഴിഞ്ഞില്ല. അവന്റെ സുഹൃത്തിന്റെ കല്യാണമാണ് വലുത്, അവന്റെ ഭാര്യയുടെ വിചാരങ്ങളല്ല, വികാരങ്ങളല്ല. ഈ തലത്തിലേക്കൊരു പ്രവാസി സഞ്ചരിക്കുന്നുവെങ്കിൽ പൊന്നുമോനെ, നിന്റെ ഭാര്യ കുറ്റക്കാരിയായാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നീ സമാധാനം പറയേണ്ടവനാണ്. പടച്ചവന്റെ മുന്നിൽ നീ കുറ്റക്കാരനാണ്.
എന്നാൽ പല പാവപ്പെട്ട പ്രവാസികൾക്കും അങ്ങനെ ഭാര്യ അഭിലഷിക്കുമ്പോൾ അടുത്തെത്താൻ പറ്റുന്നില്ല. 6 മാസം 1 വർഷമൊക്കെ കൂടുമ്പോൾ പോലും എത്താൻ പറ്റുന്നില്ല. 2, 3, 4, 5 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പല പ്രവാസികളും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ആ പെങ്ങളുടെ വേദന എത്ര വലുതാണ്. നിനി എപ്പോഴാണ് വരുന്നത്? ഓരോ ദിവസവും അവൾ കിടക്കയിലേക്ക് ചായുന്ന നേരത്ത് അവളുടെ വലതുഭാഗത്ത് കിടന്ന് തന്റെ കൈത്തണ്ട നീട്ടിയിട്ട് തന്നെ ചാച്ചു കിടത്തി കെട്ടിപ്പിടിച്ചു കിടക്കുന്ന തന്റെ പുതുമാളൻ, തന്റെ പുതുമണവാളൻ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് 5 വർഷക്കാലം ഇനി എന്നോടൊപ്പം ഉണ്ടാകൂലല്ലോ എന്ന വിചാരം ആ പെണ്ണിന്റെ മനസ്സിൽ കൊടുക്കുന്ന ആദി എത്ര വലുതാണ്, വിഷമം എത്ര വലുതാണ്, പ്രയാസം എത്ര വലിയതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയായാൽ പറ്റൂല. എന്റെ പ്രവാസികളായ സ്നേഹിതന്മാരെ, നിങ്ങൾ ആ വിഷയത്തിൽ ഗൗരവം കാണിക്കണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി അവരുടെ അടുക്കൽ ഒരു പെങ്ങളൊരു സന്ദേശം അയച്ചു. ഉസ്താദേ, നിങ്ങൾ പലപ്പോഴും പ്രഭാഷണം നടത്തുമ്പോൾ ഗൾഫുകാരുടെ ഭാര്യമാരുടെ അഴിഞ്ഞാട്ടങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ. എന്നാൽ ഞങ്ങളെവിടെ വീട്ടിന്റെ അകത്തളത്തിലിട്ടിട്ട് 2, 3, 4, 5, 6 കൊല്ലവും പോയി കിടക്കുന്ന ഭർത്താക്കന്മാർക്ക് ഞങ്ങളുടെ മേൽ യാതൊരു കടപ്പാടും ബാധ്യതയുമില്ലേ? അവരെ പറ്റി എന്താ നിങ്ങളുടെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കാത്തത്? എന്റെ ഹൃദയമുള്ളവരെ, ആ പെങ്ങളുടെ ചോദ്യം ഓരോ പ്രവാസിയുടെയും നെഞ്ചിന്റെ അകത്തേക്കല്ലയോ തറയ്ക്കുന്നത്. ഇന്നലെ എന്നെ ഒരു യൂനുസ് എന്ന കൂട്ടുകാരൻ വിളിച്ചിരുമ്പോ അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ റൂമിനകത്തൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അയാൾ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, യൂനുസേ, സങ്കടവാടാ, വീട്ടിൽ ദുഃഖവാടാ, പ്രയാസവാടാ. 25 വർഷമായി പ്രവാസിയാണ് അയാള്. 25 വർഷക്കാലം ഞങ്ങൾ പ്രവാസിയായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ അബ്ദുറഹ്മാനിക്ക? എന്തുവാ എന്നും വന്നിട്ട് പ്രയാസം പറയുന്നേ, എന്തുവാ എന്നും വന്നിട്ട് സങ്കടം പറയുന്നേ. ഒരു ദിവസം നാട്ടിൽ ഞാൻ ലീവിലായിരുന്ന സമയത്ത് എന്നോട് അബ്ദുറഹ്മാനിക്ക വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എന്റെ വീട് വരെ ഒന്ന് പോകണം, എന്റെ വീട്ടിലൊന്ന് പോയിട്ട് എന്റെ ഭാര്യയെ കാണണം, അവള് കുറച്ച് മെഡിസിൻസുകൾ തന്നേക്കും, ആ മെഡിസിൻ വാങ്ങിക്കൊണ്ടുവരണം. ഞാനിങ്ങനെ വീട്ടിൽ പോയി അന്വേഷിച്ചു അബ്ദുറഹ്മാന്റെ വീട് ഏതാണ്. ആളുകൾ കാണിച്ചു തന്നു, ഗൾഫുകാരൻ അബ്ദുറഹ്മാന്റെ വീടല്ലേ, ആ കാണുന്ന വീടാണ്. ഞാനെങ്ങനെ വീട്ടിനകത്ത് കയറി ചെന്നു. വലിയ 2 നിലയുള്ള വീട്, അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള വീട്. എന്നോട് എപ്പോഴും അബ്ദുറഹ്മാനിക്ക പറയുന്നത് അങ്ങനെയല്ലല്ലോ, എപ്പോഴും കഷ്ടപ്പാടാ, ചോർന്നിരിക്കുന്ന വീടാ, ഓലപ്പൊലയാ, കുറെ മക്കള് കെട്ടിക്കാണ്ട്. എന്തുവാ പെങ്ങളെ കാണുന്നേ, വലിയ വീട്, ഇവിടെ പെട്ടിക്കാൻ പുറ നിറഞ്ഞിരിക്കുന്ന എത്ര മക്കളുണ്ട്. ഇവൻ അത്ഭുതമായി. പെണ്ണും പിള്ള അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഭാര്യ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മെഡിസിൻ എന്ന് കൊടുത്തു, ആ മെഡിസിൻ മേടിച്ചോണ്ടങ്ങ് പോയി. ഇവളുടെ വർത്തമാനം കണ്ടാൽ അത്ര നല്ല ലക്ഷണമുള്ള പെണ്ണല്ല. വന്ന സഹപാഠി, ഇവിടെ നാട് എന്തോ എത്ര നല്ല വായി ഗൾഫില്, എന്തൊക്കെയാ വിശേഷം, സുഖമാണോ, പെണ്ണൊക്കെ കെട്ടിയോ എന്ന രീതിയിലുള്ള ഒരുമാതിരി ഉണ്ടാക്കിയ വർത്താനമുണ്ടല്ലോ. അതാണ് ഉസ്താദേ ആ പെണ്ണിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഒഴിവായി പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അബ്ദുറഹ്മാനിക്കായെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അബ്ദുറഹ്മാനിക്ക, നിങ്ങൾ എന്തുവാ ഞങ്ങളോട് പറയുന്നേ? വലിയ വീടല്ലയോ നിങ്ങളെ വീട്? എന്തോ കഷ്ടപ്പാടുണ്ടോ അവിടെ? എന്തെങ്കിലും പ്രയാസം ഉണ്ടോ അവിടെ? അപ്പൊ അബ്ദുറഹ്മാനിക്ക തന്റെ കഥകൾ പറയുകയാണ്. 25 വർഷത്തിലേറെയായി ഞാൻ പ്രവാസിയാണ് മോനെ. പക്ഷേ
എന്റെ ഭാര്യ താമസിക്കുന്നത് 60 ലക്ഷം രൂപ വിലയുള്ള വീട്ടിലാണ്. അതവൾ വിറ്റിട്ട് വാങ്ങിയ വീടാണ്. ഞാനുണ്ടാക്കിയ മറ്റൊരു വീട്, അത് സൗകര്യം പോരെന്ന് പറഞ്ഞ് വിറ്റിട്ടവൾ പുതിയത് മേടിച്ചതാണ്. 60 ലക്ഷം രൂപ വിലയുള്ള വീട്. അവൾ നല്ല അടിച്ചുപൊളിക്കാരിയായ പെണ്ണാണ്. എന്നോട് വിളിച്ചിട്ട് മാസം എന്താ പൈസ അയക്കാത്തത്, മര്യാദയ്ക്ക് പൈസ അയച്ചോ എന്ന് അധികാരത്തിന്റെ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന പെണ്ണാണ് ആ പെണ്ണ്. സഹിക്കാതിരിക്കാൻ നിർവാഹമില്ലടാ മോനെ. ഇവൻ ചോദിച്ചു അത്ര പെങ്ങളോട്, പെങ്ങളെ എത്ര കൊല്ലമായി അയാള് കഷ്ടപ്പെടുന്നു, നല്ല പ്രായമുള്ള ആളാ, നിങ്ങളൊന്ന് വീട്ടിൽ വിളിച്ചു വരുത്തി ഇനിയെങ്കിലും അയാളെ വീട്ടിൽ താമസിപ്പിച്ചുകൂടായോ? അയാൾ ആയ കാലത്തോടെ നിന്നില്ല, ഇനി ഈ പടുകളവനായിട്ട് എന്തോത്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നവൾ അർത്ഥം വെച്ച് ചോദിച്ചു അത്രേ. സഹോദരങ്ങളെ, അതാ വിളിച്ച് ആവശ്യപ്പെടുകയാണ്. 5000 രൂപ വിലയുള്ളൊരു വാഷിംഗ് മെഷീൻ മേടിക്കാമായിരുന്നു, മേടിച്ചില്ല. വിളിച്ചു പറഞ്ഞു 30,000 രൂപയുള്ള വാഷിംഗ് മെഷീൻ അവിടുന്ന് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നു. ഒരു വട്ടം അതിനകത്ത് വാഷ് ചെയ്തു. പിന്നെ അത് വീട്ടിൽ ആളുകൾ വന്നാൽ കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. എന്തോത്തിനാ, ഇനി അതിനകത്ത് ആരും കഴുകണ്ട, വരുന്നോമാരൊക്കെ കണ്ടോണ്ട് പോട്ടെ. ഗൾഫുകാരന്റെ ഭാര്യ ഞാൻ, പണമുള്ളവളാ, പത്രാസുള്ളവളാ. ഈ പാവപ്പെട്ട അബ്ദുറഹ്മാന്റെ അവസ്ഥ എന്താണ്? അവന്റെ ജീവിതം മുഴുവനും മരുപ്പറമ്പിൽ കിടന്ന് ആടുജീവിതം. ബെന്യാമീൻ എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ തന്റെ തൂലികയിലൂടെ പ്രവാസത്തിന്റെ കയ്പു നിറഞ്ഞ നാരകീയ അനുഭവങ്ങളെ കേരളീയ മനസ്സുകളിലേക്ക് കോറിയിട്ട ബെന്യാമിൻ പറഞ്ഞ ആടുജീവിതങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പ്രവാസികളായ പാപങ്ങളുണ്ട്. വേണ്ടുവോളം വാരി കൊടുത്തിട്ടും അവർക്ക് ഈ പ്രവാസിയെ വേണ്ട. 2 മാസം ലീവുണ്ട്. 1 മാസം അങ്ങ് കഴിയുമ്പോഴത്തേക്ക് പെണ്ണും പിള്ള ചോദിക്കാൻ തുടങ്ങും, നീ എപ്പോഴാ പോന്നേ, എന്നാ ടിക്കറ്റ്, എന്നാ ലീവ് തീരുന്ന, എന്നാ തിരിച്ചു പോകുന്നില്ലായോ, എപ്പോഴാ പോകുക? ആര് ചോദിക്കുകയാണ്? ഈ പ്രവാസിയുടെ മനസ്സിന്റെ അകത്തളത്തിൽ തീ കോരിയിടുകയാണവൾ, അഗ്നി കത്തിക്കുകയാണവൾ. അവൾ ചോദിക്കുന്നു, എപ്പോഴാ പോന്നത്, എന്തോത്തിനാ? അവൻ അവിടെ പോയി, നിങ്ങളിവിടെ നിന്നാ ശരിയാവത്തില്ല, മോള് വളർന്നു വരുന്ന കണ്ടില്ലേ, അവൾക്ക് എത്ര വയസ്സായി, 10 വയസ്സായി, 7 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അവള് വലിയൊരു മോളായിട്ട് ഇങ്ങനെ വരും. നിങ്ങൾ എന്തോ ചെയ്യും, നോക്കിക്കൊണ്ട് നിന്നാ മതിയോ? കെട്ടിലേക്കുണ്ടായോ? പൈസ വേണ്ടായോ? ഈ വീടിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞിരുന്നാ മതിയോ? നന്നാക്കണ്ടായോ? പൈസ വേണ്ടായോ? നമുക്ക് കുറെ എസ്റ്റേറ്റ് മേടിക്കണ്ടായോ? നിങ്ങൾ ഇവിടെ നിന്നാ മതിയോ? പൈസ വേണ്ടായോ? നമുക്ക് കുറെ പൈസ ഉണ്ടാക്കി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണ്ടായോ? നിങ്ങൾ ഇവിടെ നിന്നാ മതിയോ? നമുക്ക് ഉണ്ടാക്കണ്ടായോ? എന്റെ കഴുത്തേൽ നല്ലൊരു മാല നിങ്ങൾ ഇട്ട് തന്നില്ലല്ലോ, നിങ്ങൾക്ക് മാലയിൽ ഇവിടെ നിന്നാ മതിയോ? അത് ഉണ്ടാക്കണ്ടായോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗൾഫിൽ പോകാൻ നോക്കു മനുഷ്യ എന്ന് വീട്ടിലേക്ക് കയറി വരുന്നൊരു നായക്കുട്ടിയെ എങ്ങനെയാണ് കല്ലെടുത്തെറിഞ്ഞ് നിങ്ങളിൽ ഓരോരുത്തരും ഓടിക്കുന്നത്? അതിനേക്കാൾ കട്ടത്തിൽ പാവപ്പെട്ട പ്രവാസിയെ അതാ നരകത്തിന്റെ വിറകുകളായി നാളെ കത്താൻ പോകുന്ന പല ഭാര്യമാരും ആട്ടിപ്പായിക്കുന്നുണ്ട്. ആ പെങ്ങളോട് പറയട്ടെ, മോളെ, ആഖിറത്തിൽ നരകം നിന്നെ കാത്തിരിക്കുകയാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നോ അപ്പോഴതാ കുറെ ചെറുപ്പക്കാര് പിള്ളേര്, 2-3 പിള്ളേരുണ്ട്, 3 പിള്ളേരുണ്ട്, ഒരു ഭാര്യ, അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി സ്റ്റൈലായി നിൽക്കുന്ന ഒരു പെണ്ണും പിള്ള, ഒപ്പം ഒരു തൊപ്പി വെച്ച് നല്ല നിസ്കാരത്തഴമ്പുള്ള ഒരു ഹാജിയാര്. ഞാൻ മെല്ലെ അസ്സലാമു അലൈക്കും, എന്താ ഹാജിയാരെ, സുഖമാണോ? എവിടെ പോകുക? ഞങ്ങളൊരു കല്യാണത്തിന് പോകുക. ഇവരൊക്കെ ആരാ? ഇതെന്റെ മോന്റെ മക്കളാ.
നോക്കിയപ്പോ ഒരു പെണ്ണ് 10-18 വയസ്സായ പെണ്ണ്, അവളിട്ടിരിക്കുന്ന പാന്റ് ജീൻസിന്റെ പാന്റ്, അവളിട്ടിരിക്കുന്നത് കൈ ഇവിടന്നില്ല, താഴോട്ടില്ല, ഇവിടം വരെ ഉള്ളു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക എന്തുവാ ഒരു ഡ്രസ്, തലയിലൊരു സാധനം ഇട്ടേച്ചുണ്ട്, അതിന്റെ പേരെന്തുവാ മീൻബല. കാരണം ഇട്ടിട്ട് കാര്യമില്ല, എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടും പുറത്ത് കാണുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സ് അതും ധരിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആരായി നിൽക്കുന്ന ഹാജിയാരെ? ഹാജിയാര് പറഞ്ഞു, അതെന്റെ മോന്റെ മക്കളാ. ആമ്പിള്ളേരാണെങ്കിലോ ആഫ്രിക്കൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നോമാരെ പോലെ, ആദിവാസികളെ പോലെ ഒരുതരം പ്രത്യേകം പാന്റ്, മുടിയെല്ലാം കൂടെ കുന്തങ്ങനെ നാട്ടിവെച്ച മാതിരി ഒരു പ്രത്യേക സ്പൈക്കടിച്ച് ഇങ്ങനെ ഒരു വെപ്പ്. അതാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്ക് ഇവിടെ അവിടെയൊക്കെ കാണും. മാത്രമല്ല അവൻ അടിയിലിട്ടിരിക്കുന്ന അതിന്റെ ബോർഡർ കാണും. അങ്ങനത്തെ ഒരു പ്രത്യേക ഡ്രസ് അത് ഇട്ടുകൊണ്ട് നിൽക്കുന്ന രണ്ടാമ്പിള്ളേര്, ഇവന്മാരോ അതും എന്റെ മോന്റെ മക്കളാ. മോനോ മോൻ അബുദാബിയിലാ, മോൻ അബുദാബിയിലാ. ആ നിൽക്കുന്നതോ അത് മോന്റെ ഭാര്യ, എന്റെ മരുമോള്. എങ്ങനുണ്ട്? നല്ല ബ്ലാക്ക് സാരി ഉടുത്തിട്ടുണ്ട്, പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. മാക്സിമം കാണിച്ചും മിനിമം മറച്ചും ആ പെങ്ങളെ ഡ്രസ് ചെയ്തിരിക്കുകയാണ്. ഹാജിയാരെ തലയിൽ തൊപ്പിയുണ്ടേ, നിസ്കാരത്തഴമ്പുണ്ടേ, കണ്ടാൽ നല്ലൊരു മനുഷ്യനാണേ. അദ്ദേഹത്തിന്റെ മോൻ അബുദാബിക്കാരനാണത്രേ. അഭിമാനത്തോടെ ഹാജിയാര് പറഞ്ഞപ്പോ ഞാൻ കൽബിൽ കൈവച്ചു പോയി. പടച്ചവനേ, എത്ര വലിയ കട്ടമാണ്. ആ കുടുംബം പ്രവാസിയുടെ കുടുംബമാണല്ലോ, ആ കുടുംബം പ്രവാസിയുടെ കുടുംബമാണല്ലോ. എന്തൊരു കട്ടമാണ് സഹോദരങ്ങളെ, അടിച്ചു പൊളിക്കാൻ. പാവപ്പെട്ടവൻ അവിടെ ഉണക്ക കുപ്പൂസും പച്ചവെള്ളവും കുടിച്ച് കഴിയുകയാ. ഇവിടെ വലിയ കഷ്ണം മീനുകൾ, ചൂര, അയക്കൂറ, വാള, വങ്കട, എനിക്കറിയത്തില്ല പേര് പറയാൻ. അങ്ങനെ വലിയ വലിയ മീൻ ആഴ്ചയിൽ 2 ദിവസം ഇറച്ചി. വെള്ളിയാഴ്ച ഇറച്ചി മേടിക്കൽ നിർബന്ധമാ, ഞായറാഴ്ച ഇറച്ചി മേടിക്കൽ കമ്പൾസറിയാ. അങ്ങനെ ചിട്ടയോടെ നീ ഇറച്ചിയും തിന്ന് നല്ല മീനും തിന്ന് അവിയലും സാമ്പാറും ഒക്കെ അടിച്ചു പൊളിച്ചു കൂട്ടി എയർ കണ്ടീഷനുള്ള റൂമിനകത്ത് ലാവിശായി ജീവിക്കുമ്പോൾ നിന്റെ പാവപ്പെട്ട ഭർത്താവ് അതാ മരുപ്പറമ്പിൽ തീ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത സമയത്തിന്റെ പ്രിയപ്പെട്ട മാമ, എന്റെ ഭാര്യയുടെ പിതാവ് താഹിറുദ്ദീൻ ഹാജി തിരുവനന്തപുരം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവിടെ 45 ഡിഗ്രിക്ക് മേലെയാണ് ചൂടുള്ളതെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതിതീഷ്ണമായ ചൂടുകളെ അതിജയിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട പ്രവാസിയുടെ ചോര നീരായി ഉരുകി ഒലിക്കുന്നതിന്റെ അംശം ഇവിടെ അടിച്ചു പൊളിക്കുന്നു. ഫോൺ വിളിക്കാൻ അന്യാണൊരുത്തനെ, ഫോൺ വിളിക്കാൻ ഓട്ടോ ഡ്രൈവറായി വന്നവനാണ്. പിന്നെ അവനാണ് കാമുകൻ. ടാക്സി ഓടിക്കാൻ വന്നവനാണ്. പിന്നെ അവനുമായിട്ടാ വർത്തമാനം. അതാ ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിക്കുകയാണ്. ഭാര്യ എന്തൊരു കരച്ചില, നിങ്ങൾ ഇതെന്നാ വരുന്നത്? എത്ര കാലമായി കാത്തിരിക്കുന്നു, എന്തുവാ വരാത്തത്? എന്തോരു വിഷമവാ. പൊട്ടി പൊട്ടി കരഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് അതാ ഒരാള് വന്നിട്ട് അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. ആ റിസീവർ മേടിച്ചങ്ങ് കട്ട് ചെയ്യുകയാണ്. അതാരാണ്? അവളുടെ കാമുകനാണ്. ഒരേ സമയത്ത് ഭർത്താവിനോട് സ്നേഹം പുലർത്തുകയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാമുകനെ കാഴ്ചവെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വിയർപ്പുതുള്ളി കൊണ്ടുണ്ടാക്കിയ വീട്ടിന്റെ അകത്തളത്തിൽ തനിക്ക് കിടക്കാൻ, തനിക്ക് രമിക്കാറുണ്ടാക്കിയ കട്ടിലിൽ ഏതോ ഒരുത്തനെ വിളിച്ചു കയറ്റി തോന്നിവാസം കാണിക്കുന്ന നരകത്തിന്റെ വിറവുകളായ പെണ്ണന്മാരെ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം.
മൊബൈൽ ഫോണിലൂടെ നിങ്ങളെ വിളിച്ചു തീർക്കുന്ന പണമുണ്ടല്ലോ, അന്യൊരുത്തനെ ഫോണിൽ വിളിക്കാൻ നിങ്ങളെ വിളിച്ചു തീർക്കുന്ന പണമുണ്ടല്ലോ, ആ പണം നിങ്ങളുടെ പാവപ്പെട്ട പ്രവാസിയായ ഭർത്താവ് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന ബോധ്യം നിങ്ങളുടെ ഖൽബിലുണ്ടാകണം. ഒരു ഭർത്താവ് ഇങ്ങനെ ചോദിച്ചു, എന്തോത്തിനാ? ഓരോരോ അത്യാവശ്യങ്ങളും പറഞ്ഞു ഇവള് പൈസ മേടിക്കുകയാ. ആർക്ക് കൊടുക്കാനാന്നറിയാവോ? അവളെ ഫോണിൽ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വരുന്ന തന്റെ ഒളിച്ചും പാത്തും ആരും അറിയാതെ കാണാതെ മതില് ചാടി ടെറസിലൂടെ വരുന്നോമാർക്ക് കൊടുക്കാനാ ആവശ്യപ്പെട്ടു. അവൻ 10,000 രൂപ എന്തെങ്കിലും തരാവോ? ഒരു 10,000 രൂപ എന്തെങ്കിലും തരാവോ? തരാവിടെ, അങ്ങാരെ വിളിക്കട്ടെ, ഇളവന്റെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അയക്കാൻ പറയാം എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ടവനെ കൊണ്ട് പൈസ അയപ്പിച്ചിട്ട് കാമുകന് കൊടുക്കുന്നു. ഇവൾ നരകത്തിന്റെ വിറകല്ലയോ പെങ്ങളെ? നിനക്ക് സ്വർഗം വേണ്ടായോ? നിനക്ക് സ്വർഗത്തിൽ പോകണ്ടായോ? നിനക്ക് സ്വർഗീയ പരിമളം ശ്വസിക്കണ്ടായോ? പെൻസിൽ പാന്റ് ഇട്ട് നടക്കുന്ന എത്ര പെങ്ങന്മാരാ ഈ നാട്ടിലുള്ളത്? എത്ര ജീൻസ് പാന്റുകൾ ഇട്ടാ ഈ തെരുവിന്റെ കവലകളിൽ നിങ്ങളുടെ മക്കൾ, എന്റെ മക്കൾ, നിങ്ങളുടെ മക്കൾ ആട്ടിൻ പറ്റങ്ങളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? വാപ്പമാർക്ക് വേദനയില്ല, ഉമ്മമാർക്ക് വിഷമമില്ല. ഉമ്മാനിസാഉൻ ഖാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ റൂസിഹിന്ന കഅസ്ലിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദിന റീഹഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് പഠിപ്പിക്കുകയാണ്, സ്കിൻ ഫിറ്റ് പാന്റ് ഇട്ട് പെൻസിൽ പാന്റ് ഇട്ട് നടക്കുന്ന പെങ്ങളെ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. സ്വർഗത്തിന്റെ സുഗന്ധം എന്തു നല്ല സുഗന്ധമാണ്. സ്വർഗത്തിന്റെ പരിമളം എത്ര നല്ല പരിമളമാണ്. നിങ്ങൾ ജീൻസ് പാന്റ് ധരിച്ച്, ജീൻസ് പാന്റ് ധരിച്ച്, പെൻസിൽ പാന്റ് ധരിച്ച് നിങ്ങളുടെ പടച്ചവൻ തന്ന സൗന്ദര്യങ്ങളെ അന്യാണങ്ങൾക്ക് കാണിച്ച് നിങ്ങൾ നടന്നാൽ ലാ യദ്ഖുൽനൽ ജന്നത വലാ യജ്ദിന റീഹഹാ. സ്വർഗത്തിൽ നിങ്ങൾ കടക്കൂല, സ്വർഗത്തിന്റെ പരിമളം പോലും നിങ്ങൾക്ക് ലഭിക്കൂല. സ്വർഗത്തിൽ നിങ്ങൾ കടക്കൂല, സ്വർഗത്തിന്റെ പരിമളം പോലും നിങ്ങൾ ആസ്വദിക്കൂല. മിഅ്റാജിന്റെ രാത്രിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകം കണ്ടപ്പോ കുറേ പെണ്ണുങ്ങൾ, കുറേ ആണുങ്ങൾ അവർ നരകത്തിൽ ഇങ്ങനെ തീ കത്തുകയാണ്. നരകത്തിന്റെ തീജ്വാലകൾ ഇങ്ങനെ ഉയരുകയാണ്. ആ തീജ്വാലകൾക്കൊപ്പം കുറെ സ്ത്രീകളും പുരുഷന്മാരും പൂർണ്ണ നഗ്നരായിട്ട് ആ തീജ്വാലകൾക്കൊപ്പം ഇങ്ങനെ നരകത്തിൽ ഉയരുകയാണ്. ആറ് തട്ടഹസിച്ചു നിലവിളിച്ച് കരയുകയാണ്. ജിബ്രീലേ, ഇവരാരാണ്? ഇവരാരാണ്? ശരീരപ്രദർശനങ്ങൾ നടത്തി അന്യ പുരുഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി വ്യഭിചരിച്ച പെണ്ണുങ്ങളാണ് നബിയേ. ഭർത്താവ് പ്രവാസിയായതുകൊണ്ട് അവനെ വഞ്ചിച്ചിട്ട് തോന്നിവാസം കാണിക്കുന്ന പൊന്നു പെങ്ങളെ, നരക
നരകത്തിൽ നീയും നിന്നോട് വ്യഭിചരിക്കാൻ വന്ന കാമുകനെയും അല്ലാഹു നഗ്നരായി കിടത്തിയിട്ട് പടച്ചവൻ തീ കത്തിക്കുകയാണ് നരകത്തിൽ. ആ തീയുടെ ജ്വാലകൾ മേൽപോട്ടുയരുന്ന നേരത്ത് ആ ജ്വാലകൾക്കൊപ്പം മാർത്തട്ടഹസിച്ച് നീ നിലവിളിച്ചുയരുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലായ്മയുണ്ടാകും പ്രവാസിക്ക്. എല്ലാരും വിചാരിക്കും ഓ വലിയ കാശുകാരൻ, ഗൾഫിൽ നിന്ന് വന്നാൽ എല്ലാവരും ഓടി അങ്ങ് ചെല്ലും അല്ലേ? പക്ഷേ പലപ്പോഴും പ്രവാസികൾ വീട്ടിന്റെ അകത്തളത്തിൽ കയറി ഒളിച്ചിരിക്കും. കാരണം എന്താ? കൊടുക്കാൻ പൈസ ഇല്ല, ഒളിച്ചിരിക്കുക. പല ആളുകളും നാട്ടിൽ ഇറങ്ങാറില്ല. കാരണം നാട്ടിൽ ഇറങ്ങിയ ഓ അയാൾ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകാം, അങ്ങോട്ട് കുറെ ആൾ അങ്ങോട്ട് പോകും, ഇല്ലാത്തവരായിരിക്കും. പക്ഷേ എത്രയോ പ്രവാസികൾ ഇല്ലായ്മ മറച്ചു വെക്കാൻ വേണ്ടി വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചു കഴിയുന്നുണ്ട്. എല്ലാരും വന്നിട്ട് പ്രവാസികളോട് പറയും സങ്കടങ്ങൾ. വീടില്ല, പെണ്ണിനെ കെട്ടിച്ചില്ല, അസുഖവാ, പ്രയാസവാ, അങ്ങനാ ഇങ്ങനാ, അവിടെയാ ഇവിടെയാ, അങ്ങനത്തതാ ഇങ്ങനത്തതാ. എന്നാൽ ഇവനോട് അവിടെ എങ്ങനെ സുഖമാണോ എന്ന് അവന്റെ വേദനകളോ വിഷമങ്ങളോ വേവലാതികളോ അവന്റെ പ്രയാസങ്ങളോ ഇവരാർക്കാർക്കും അറിയണ്ട. ഇവർക്ക് എന്തുവാ വേണ്ടേ? പൈസ വേണം. ഇവർക്ക് എന്തുവാ വേണ്ടേ? പൈസ വേണം, പൈസ മാത്രം മതി. കണ്ടോ, വാർദ്ധക്യ സഹജമായ സമയത്ത് വീട്ടിൽ വരും. 20 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് 25-30 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴോ ഭാര്യക്കെന്തൊരു ഗമയാ, മക്കൾക്കെന്തൊരു ഗർവ. വാപ്പാ പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ് മാതിരി, പ്ലേറ്റ് മാതിരി അവിടെ കിളവ, ഇവിടെ ഇരടെ പരട്ട കിളവ എന്ന് പറയും വാപ്പാട് ഇല്ലേ? ഞങ്ങളുടെ നാട്ടിനടുത്തൊരു സ്ഥലത്ത് 25 കൊല്ലം ഗൾഫിൽ നിന്നൊരു സഹോദരൻ നാട്ടിൽ വന്നു. മോളെ കല്യാണവാ. എന്തോ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഭാര്യയോടൊരു അഭിപ്രായ വ്യത്യാസമാണ്. എങ്ങനെ? സ്വർണം എടുക്കുന്നതിന്റെയോ ഡ്രസ് എടുക്കുന്നതിന്റെയോ വിഷയം വന്നപ്പോ അത് വാങ്ങണ്ട എന്ന് ഇയാള് പറഞ്ഞപ്പോ അത് പറയാ നിങ്ങളാരാ എന്ന് ഈ ഭാര്യ ചോദിച്ചു. അതയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അയാളുടെ ഖൽബുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പെണ്ണിന്റെ കല്യാണം നാളെയാണെങ്കിൽ 25 വർഷക്കാലം ഗൾഫിൽ നിന്ന പ്രവാസിയായ സഹോദരൻ നാളെ ജനങ്ങളെ കല്യാണത്തിന്റെ ദിവസം വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്റെ കിടപ്പറയിലെ ഫാനിൽ ഭാര്യയോടൊന്നിച്ച് കിടന്ന ചെറുപ്പക്കാരനായ ആ പാവപ്പെട്ടവനായ സഹോദരൻ അങ്ങ് ആത്മഹത്യ ചെയ്തു. സഹോദരങ്ങളെ, മധ്യവയസ്കനായ പാവപ്പെട്ട സഹോദരൻ ആത്മഹത്യ ചെയ്തു കളഞ്ഞു മകളുടെ കല്യാണത്തിന്റെ ദിവസം. കാരണം എന്താ? 25 കൊല്ലക്കാലവും ഞാൻ അധ്വാനിച്ചത് ആർക്കു വേണ്ടിയാ? മോൾക്ക് വേണ്ടി. ആർക്കു വേണ്ടിയാ? ഭാര്യയ്ക്ക് വേണ്ടി. ആർക്കു വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. ആർക്കു വേണ്ടിയാ? കുടുംബക്കാർക്ക് വേണ്ടി. എന്നിട്ട് ഞാൻ പറയുന്നൊരു കാര്യം, എന്റെ മകളുടെ കല്യാണത്തിന് നടക്കാതെ പോയതിന്റെ മാനസികമായ ആഘാതത്തിൽ, വിഷമത്തിൽ ഭാര്യ അത് പറയാൻ നിങ്ങൾ ആരാ എന്ന ഈ ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അയാള് പോയി അങ്ങ് സൂയിസൈഡ് ചെയ്തു പോയി. അതെന്തൊരു വലിയ കഷ്ടമാണ്. ആ ഭാര്യയെ പടച്ചവൻ വെറുതെ വിടുമോ? പല ഗൾഫുകാരുടെ വീട്ടിലും വേറൊരു പ്രശ്നമുണ്ട്. വീട്ടിൽ പൈസ, ഭർത്താവിന്റെ വീട്ടിൽ പൈസ എന്നിട്ട് പറയും ഒരു 5000 റുപ്യ ആ പെണ്ണിന്റെ കയ്യിലൊന്ന് കൊടുത്തേക്കണേ. ഒരു 5000 റുപ്യ ചൂടില്ലെങ്കിൽ ചൂടുണ്ടാക്കാനൊന്നും പോണ കേട്ടോ. ഒരു 5000 റുപ്യ ആ പെണ്ണിന്റെ വീട്ടിലൊന്ന് കൊടുത്തേക്കണേ. ആരോടുത്ത് വിളിച്ചു പറയും? ഇവന്റെ ഉമ്മാടുത്തും ഇവന്റെ വാപ്പാടുത്തും വിളിച്ചു പറയും. പക്ഷേ വാപ്പായും ഉമ്മായും പയ്യെ, ഞാൻ ഇവിടുത്തെ ഉമ്മായും വാപ്പായും കുറ്റം പറയില്ല കേട്ടോ. ശ്രദ്ധിച്ച്, ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, ആഫ്രിക്കയിലെ കാര്യവും അന്റാർട്ടിക്കയിലെ കാര്യവും പറയുന്നത്. അങ്ങനെ ഈ പൈസ കിട്ടുമ്പോഴത്തേക്ക് വാപ്പ എന്തിനാ അവക്ക് 5000 രൂപ? അവൾ ഓരോ ആവശ്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന കാര്യത്തിന് ഇന്ന കാര്യത്തിന് ഇത്ര രൂപ വേണം. അങ്ങനെ ഒരു 2000 രൂപ
അയച്ചു കൊടുത്തു കരുതിക്കോ. എന്തോത്തിനാ 2000 ഉലുവ? 1000 രൂപ കൊടുത്താൽ മതി, 2000 ഒന്നും കൊടുക്കണം. പിന്നെ അവനിങ്ങനെ പറയുമ്പോഴത്തേക്കും കൂടെ കൊടുക്കാൻ നമ്മൾ എന്ന് പറഞ്ഞു വാപ്പായും ഉമ്മായും കൂടെ സംസാരമാവും. അനിയത്തി ഉണ്ടാവും, അത് തന്നെ വാപ്പ, അങ്ങനെ തന്നെ ചേട്ടൻ, അങ്ങനെ തന്നെ. കുടുംബക്കാർ അവരെല്ലാം ഇത്തിഫാഖായിട്ട് ഇജ്മാ ആയിട്ട് പറയും, തീരുമാനിക്കും 1000 രൂപ കൊടുത്താൽ മതി. അങ്ങനെ 1000 രൂപ കൊടുക്കും അവക്ക്. അപ്പൊ ഇവള് പറയും, ഇക്ക നിങ്ങൾ അയച്ചെന്ന 2000 എനിക്ക് കിട്ടിയിട്ടില്ല, 1000 രൂപയെ ഉമ്മായും വാപ്പായും തന്നോളൂ എന്ന് പറയും. അങ്ങനെ ഇയാളെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യും, എന്റെ വാപ്പാടെ പേരിൽ അക്കൗണ്ട് എടുക്കും മറ്റൊരു ബാങ്കിൽ. ഇവൻ സാധാരണ നടക്കുന്ന കാര്യമായി ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യം പറയാനുണ്ട്, നമുക്ക് സമയമില്ല. അങ്ങനെ ഇവനെന്തോ ചെയ്യും, അടുത്ത ബാങ്കിൽ പോയി അവളുടെ വാപ്പാടെ പേരിൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കണം. 5000 രൂപ ആ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. യാദൃച്ഛികവശാൽ ഈ വിവരം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അറിയുന്നു. കുടുംബ കലാപത്തിന് തുടക്കം കുറിക്കാൻ പിന്നെ വേറെവിടെ പോണം? വാപ്പ വിളിക്കും, എന്തുവാടാ നീ കാണിക്കുന്ന, എന്തോന്നാ? നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ വാപ്പാക്കൂടെ വിലയില്ല, പോറ്റി വളർത്തി താരാട്ടിയ പാലൂട്ടിയ ഉമ്മാക്ക് വിലയില്ല. നീ ഏതോ ഒരുത്തന്റെ പേരിൽ പൈസ അയച്ചു കൊടുത്തിരിക്കുന്നു. ഇവനാരായി? പൈസ അയച്ച പ്രവാസി ആരായി? ആരെടുത്താ അവൻ സങ്കടം പറയുക? ആരെടുത്താണ്? ആരെയാ സമാധാനപ്പെടുത്തുക? സ്വന്തം വാപ്പ. അവൻ എന്തു തെറ്റാ ചെയ്തത്? മോളെ കാണാൻ കൊതിയാവുണ്ട്. വാപ്പായെ ഒന്ന് കണ്ടിട്ട് ഇത്ര നാളായി. ഉമ്മായെ കാണാൻ പറ്റുന്നത് എപ്പോഴാ? തന്റെ മോനെ ഒന്ന് താലോലിക്കാൻ പറ്റുന്നത് എപ്പോഴാ? എന്നിങ്ങനെ ആലോചിച്ചു വിഷമിച്ചു വ്യസനിച്ചു ദുഃഖിച്ച് നിൽക്കുന്ന പ്രവാസിയെ വിളിച്ചിട്ട് വാപ്പാടെ ഫയറിങ്. നീ ആരാടാ? അടുത്ത ഉമ്മാടെ വക വേറെ സെപ്പറേറ്റ് വേറെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ഉമ്മമാരും വാപ്പമാരും, ഉമ്മ നരകത്തെ നിങ്ങൾ പേടിക്കണം, വാപ്പ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. ഫോൺ വിളിക്കുമ്പോ വീട്ടിൽ ഫോൺ വിളിക്കും, ഹലോ ഉമ്മായാ ഫോൺ എടുക്കുക, എന്തൊക്കെയാ വിശേഷം, ഉമ്മ സുഖമാണോ, എന്തൊക്കെയാ മഴയുണ്ടോ അവിടെ, ഇക്കാക്ക വിളിക്കാറുണ്ടോ, ഉമ്മാമാക്ക് സുഖമായിട്ടിരിക്കുന്നോ, അയലത്ത് വരുന്ന കൊച്ചാപ്പാടെ വിശേഷങ്ങൾ എന്തൊക്കെയാ, മൂത്താപ്പാടെ കാര്യങ്ങൾ എന്തൊക്കെയാ, കുടുംബ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കൊച്ചാ ഇനി ആ റസിയാട്ട് ഒന്ന് ഫോൺ കൊടുത്തേ, ഫാത്തിമാട്ട് ഒന്ന് ഫോൺ കൊടുത്തേ. ഫോൺ ഉമ്മ കൊടുക്കും. പിന്നെ അവർ 5 മിനിറ്റ് ആണോ സംസാരിക്കുക, 10 മിനിറ്റ് ആണോ സംസാരിക്കുക, 15 മിനിറ്റ് ആണോ സംസാരിക്കുക? ഉമ്മാടുത്ത് എത്ര മിനിറ്റ് സംസാരിക്കും ഒരു പുരുഷൻ പ്രവാസി? 5 മിനിറ്റ്, 10 മിനിറ്റ് കൂടിയാ 15 മിനിറ്റ്. ഭാര്യയുടെ അടുത്തോ അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 3.5 മണിക്കൂർ. കഥ പടച്ചു പെറ്റ് പോറ്റി വളർത്തി വലുതാക്കി അങ്ങ് പറഞ്ഞു വിട്ട് ഇപ്പൊ എനിക്ക് 10 മിനിറ്റ്, അവക്ക് 10 മണിക്കൂർ. എന്തൊരു മോനാ! ഉമ്മമാരെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ഉമ്മമാരുണ്ട്. അവള് കഥവിലൊരൊറ്റ അടി, അടുക്കളയിൽ കലവും ചട്ടിയൊക്കെ ഉമ്മ എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. എന്തോത്തിന്റെ പേരില ഒരു 15 മിനിറ്റ് നേരം ആ ഭാര്യയുമായി ഭർത്താവ് ഫോണിൽ സംസാരിച്ചതിന്റെ പേരിലാ. ഇങ്ങനത്തെ ഉമ്മമാരുണ്ടോ? ഉമ്മ, അല്ലാഹുവിന്റെ നരകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണമെന്ന ആഗ്രഹമില്ലേ ഉമ്മ? മഹാനായ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി സാദാത്തുക്കൾ ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കൽ വന്നു, ഒരു മജ്‌ലിസ് വന്നു. അവിടുന്ന് പറഞ്ഞു, 2 മക്കളുള്ളൊരു ഭർത്താവ് എത്രയോ കാലം ഗൾഫിലായിരുന്നു, 2 മക്കളുണ്ട്. കുറെ നാള് ഗൾഫിൽ കഴിഞ്ഞ് നല്ല സ്നേഹത്തിലാ, ഭാര്യ ഇഷ്ടത്തിലാ, ഒരു പ്രശ്നവും ഇല്ല, നല്ല റാഹത്തിലാണ്. അങ്ങനെ അവർ നാട്ടിൽ വന്ന് പ്രായമൊക്കെ ആയി. മോളെ കെട്ടിച്ചു, മോനെ കെട്ടിച്ചു, 2 പേരെയും കെട്ടിച്ചു വിട്ടു. ഇവര് വയസ്സത്തിയും വയസ്സനുമായി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഹജ്ജിന് പോയി അറഫയിൽ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന അറഫയിൽ വെച്ചിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ ചോദിച്ചു, ഭർത്താവേ, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ മാപ്പ് തരുവോ? ഞാനൊരു സങ്കടം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുമോ? ഞാനൊരു വസ്തുത വെളിപ്പെടുത്തിയാൽ എന്നോട് കോപിക്കുമോ? ഇല്ല, നിന്നോട് അറഫയിൽ വെച്ച് നീ പറയേ,
നിനക്കെന്തും ഞാൻ പൊരുത്തപ്പെട്ടു തരാം. നീ എന്റെ പ്രിയപ്പെട്ട സഖിയാണ്, എന്റെ ഭാര്യയാണ്. എനിക്ക് വേണ്ടി ഞാൻ ഗൾഫ് നാടുകളിൽ വരുന്ന ദിനങ്ങൾ എണ്ണി കാത്തിരുന്നവളെ പറയൂ, നിന്റെ പാപങ്ങൾക്ക് ഞാൻ മാപ്പു തരാം, നിന്റെ വിഷമങ്ങൾക്ക് ഞാൻ പൊരുത്തം തരാം. നീ ചോദിച്ചോളൂ, നീ ചോദിച്ചോളൂ. അവള് പറഞ്ഞു, കണ്ണുനീരോടെ പറഞ്ഞു, നിങ്ങൾ കെട്ടിച്ചു വിട്ട മോള് നിങ്ങളുടെ മോളല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് കല്യാണം കഴിച്ച പൊന്നുമോൻ അവൻ നിങ്ങളുടെ മകനല്ല. ഇത് കേട്ടപ്പോൾ ആ പ്രിയപ്പെട്ട ഭർത്താവ് അറഫയിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി പടച്ചവന്റെ മുന്നിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. തൽബിയത്തു ജല്ലി തൽബിയത്തു അറഫയിലെ മഹാസംഗമത്തിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ വെച്ച് പ്രിയപ്പെട്ട ഭാര്യ 60 കഴിഞ്ഞ ഭാര്യ തന്നോട് ആവശ്യപ്പെട്ട വിഷയമേതാണ്? ഈ കാലം അത്രയും ആ പെണ്ണ് പറഞ്ഞില്ല, ഈ കാലം അത്രയും ആ ഭാര്യ പറഞ്ഞില്ല. ഈ കൊച്ചിനെ എത്ര സ്നേഹത്തോടെ അയാൾ ലാളിച്ചു വളർച്ചു, എത്ര കഷ്ടപ്പെട്ടവളെ കെട്ടിച്ചു വിട്ടു, എത്ര സ്നേഹവായ്പോടെ ആ പൊന്നുമോന്റെ കവിൾത്തടങ്ങളിൽ ആ പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവള് പറഞ്ഞു, ആ കെട്ടിച്ചു വിട്ട മോള് നിങ്ങളതല്ല, ആ പെണ്ണ് കെട്ടിയ മകൻ നിങ്ങളുടേതല്ല, എനിക്ക് പൊരുത്തം തരുമോ? പാവപ്പെട്ട ഹാജിയാരുടെ കൽബ് സാഗരം പോലെ ദുഃഖാർദ്രമാകുകയാണ്. നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു. അറഫയിൽ വച്ചല്ലേ അല്ലാഹു വിളിച്ചിട്ട് അതിഥിയായി വന്നതല്ലേ. നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മാനസിക രോഗിയായി, ഭ്രാന്തനായി, ഒരു തലയ്ക്ക് വെളിവില്ലാത്ത സുഖമില്ലാത്ത മെന്റൽ പ്രോബ്ലം ഉള്ളൊരു മനുഷ്യനായി ആ പാവപ്പെട്ട പ്രവാസി അങ്ങ് മാറിപ്പോയി. സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ബാർബർ ഷോപ്പിൽ ചെറിയ കുട്ടിയെയും കൊണ്ടുപോയി. അതാ ബാർബറായ മുടി കട്ട് ചെയ്യുന്നവന്റെ നേരെ അടുത്ത് തൊട്ടുരുമ്മി നിന്നിട്ട് തന്റെ 2, 3, 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അപ്പാച്ചി എന്ന ജൂതന്റെ സ്റ്റൈലും വെടിവെട്ടാൻ വേണ്ടി നീ തൊട്ടും ഒരുമ്മിയും പൊന്നുമോനെ ബാർബർ, ഏതോ ഒരു തന്റെ മുന്നിൽ നീ നിന്റെ ശരീരം മാംസളമായത് കിന്നാരം പറഞ്ഞ് നീ അല്ലാഹുവിനെ വെല്ലുവിളിക്കുമ്പോൾ നിന്റെ പ്രവാസിയായ ഭർത്താവ് നിന്നെ ഒരു നോക്ക് കാണാൻ, നിന്റെ പൊന്നുമോനെ ഒരു നോക്ക് കണ്ടു കിട്ടാൻ വേണ്ടി അങ്ങകലെ ഏതോ അറേബ്യയുടെ ഉശ്വരമായ തീക്ഷ്ണമായ അതിരൗദ്രമായ മരുപ്പറമ്പുകളിൽ പ്രാർത്ഥനയോടെ കണ്ണീരോടെ കഴിഞ്ഞുകൂടുകയാണ്. നിനക്ക് പൈസ വേണം നാപ്പൂളി നടത്താൻ, തക്കാരം നടത്താൻ, ഗർഭത്തക്കാരം നടത്താൻ, മൈലാഞ്ചി നടത്താൻ, ബർത്ത്ഡേ നടത്താൻ, വെഡിങ് ഡേ നടത്താൻ. നിനക്ക് പണം മാത്രം മതി, നിന്റെ ഭർത്താവിന് വേണ്ടായോ? ഈ ചിന്താഗതി മാറ്റി വെക്കണേ പൊന്നു പെങ്ങളെ. എന്റെ പ്രവാസികളായ ഭർത്താക്കന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം കേട്ടോ. കുറെ ആളുകളുടെ വിചാരം എന്താണ്? ഗൾഫുകാരെന്ന് പറഞ്ഞാൽ അവർ കുറെ പൈസ കാക്കുന്ന മരങ്ങളാണെന്നാണ്, പണം പാരാൻ പറ്റിയ യന്ത്രങ്ങളെന്നാണ്, പണമുണ്ടാക്കാൻ പറ്റിയ യന്ത്രങ്ങളൊന്നും മെഷീനുകളുമെന്നാണ്. അല്ലേ? ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഞാനിങ്ങനെ വാപ്പായെ ഗൾഫിൽ വിളിച്ചിട്ട് പറയും, വാപ്പാ എനിക്ക് മോട്ടോർ സൈക്കിൾ വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം. ഒരു സുപ്രഭാതത്തിൽ ഞാനിങ്ങ് ഗൾഫിൽ പോയി. വാപ്പ നേരത്തെ ഹോട്ടൽ പണിക്കാരനാണ്. വാപ്പ
വാപ്പാടെ മുന്നിലേക്ക് ഞാനിങ്ങനെ ചെന്നപ്പോ വലിയൊരു പാത്രത്തിനകത്ത് 10-15 കിലോ മൈദമാവിട്ടിട്ട് പെറോട്ട അടിക്കാൻ വേണ്ടി വാപ്പ ഇങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് തീ ഒരു സൈഡിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. വിയർത്ത് കുളിച്ചിട്ട് വാപ്പ ഇങ്ങനെ മാവ് കുഴയ്ക്കുകയാണ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ മാണിക്യം വിളയുന്ന സ്ഥലമാണെന്ന്. വാപ്പ ഞങ്ങളെ ഒരിക്കൽ പോലും വിളിച്ചറിയിച്ചില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണമയക്കുന്നതെന്ന്. ഞാൻ വാപ്പായോട് മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോ വാപ്പ അത് വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ആവശ്യങ്ങൾ വാപ്പായോട് മാസം എനിക്ക് സ്പെഷ്യലായി 5000 അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ വാപ്പ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അറബികളുടെ ക്യാൻറ്റീനുകളിൽ, റെസ്റ്റോറന്റുകളുടെ അകത്തളങ്ങളിൽ ഒരു ഭാഗത്ത് തീ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കത്തിക്കൊണ്ട് നിൽക്കുന്ന തീയുടെ ചാരത്ത് വലിയ പാത്രങ്ങളിൽ പെറോട്ട അടിക്കാൻ മാവുമായി മല്ലടിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പിതാവിനിക്ക് പൈസ അയച്ചു തരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ വാപ്പായെ കണ്ടപ്പോ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. വിയർത്തൊലിച്ചു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഞാൻ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പൊരുത്തപ്പെടണേ വാപ്പാ, പൊരുത്തപ്പെടണേ വാപ്പാ. നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർഗമല്ല. നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർണ്ണമല്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമല്ല. പണം കായ്ക്കും മരമല്ല, അത്തറിന്റെ മണമില്ല. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരന്റെ മക്കളെ, നീ അടിച്ചു പൊളിച്ച് സ്പൈക്ക് അടിച്ച മുടിയും ജീൻസിന്റെ പാന്റും ഇട്ട് നീ നല്ല വില കൂടിയ മുന്തിയ ബൈക്കിൽ ഈ തെരുവിലൂടെ ചുറ്റി കറങ്ങുമ്പോഴടാ മോനെ, നിന്റെ വാപ്പ ഗൾഫ് നാട്ടിൽ കിടന്ന് പണം വാരുന്ന, പണം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന ആ വീഴുന്ന പണം ഇങ്ങനെ എടുത്തിട്ട് നിനക്ക് അയച്ചു തരുന്നതല്ല. പ്രവാസിയുടെ ചോര നീരാം കഥന ഭൂമി, വേദനകൾ പേറുന്ന വ്യസന ഭൂമി. നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർഗമല്ല, ഗൾഫ് നാടുകൾ സ്വർണ്ണമല്ല. പണം കായ്ക്കും മരമില്ല, അത്തറിന്റെ മണമില്ല. പ്രവാസിയുടെ ചോര നീരാം കഥന ഭൂമി, വേദനകൾ പേറുന്ന വ്യസന ഭൂമി. ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു, ചിലർ രക്ഷ പ്രാപിക്കുന്നു. ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു, ചിലർ രക്ഷ പ്രാപിക്കുന്നു. ചിലർ കണ്ണീർ കയങ്ങളിൽ മുങ്ങി വിങ്ങുന്നു. വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നീങ്ങുന്നു. വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നീങ്ങുന്നു. പ്രവാസികളുടെ അവസ്ഥ ഇതാണ്, പ്രവാസികളുടെ പ്രയാസം ഇതാണ്. നിങ്ങളും ഞാനും വിചാരിക്കും പോലെ സുഖിക്കാനല്ല അവർ പോയി കിടക്കുന്നത്. അധ്വാനിക്കാനും കഷ്ടപ്പെടാനും വ്യസനിക്കാനുമാണ്. പുന്നാര നബി പഠിപ്പിച്ചില്ലയോ, അഫ്ളു ദീനാറിൻ യുൻഫിഖുഹു റജുലു ദീനാറു യുൻഫിഖുഹു അലാ അയാലിഹി. നീ ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം ഏതാണെന്നറിയാവോ? നീ ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം നിന്റെ മക്കൾക്ക്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഉമ്മാക്ക്, നിന്റെ വാപ്പാക്ക്, നിന്റെ രക്തബന്ധുക്കൾക്ക് നീ ചെലവഴിക്കുന്ന പണമാണെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കര കാണാ കടലിൻ്റെ അക്കരെ മരുഭൂവിൽ പിടയുന്നു 1000 ജീവിതങ്ങൾ, പിടയുന്നു 1000 ജീവിതങ്ങൾ. അല്ലാഹു നമുക്ക് പ്രവാസികളുടെ പ്രയാസങ്ങൾ ഉൾക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ ഈ മജ്‌ലിസ് കൊണ്ട് പടച്ചവൻ തൗഫീഖ്